ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ വണ്ടി എടുത്തിട്ട് വണ്ടിയുടെ ഫുൾ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മളെല്ലാം യൂട്യൂബിൽ ഷോർട്സ് വീഡിയോ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചെറിയ നല്ലൊരു വ്ളോഗ് പോലെ സെറ്റപ്പ് ചെയ്തെടുക്കാമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അത്യാവശ്യം ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇപ്പോൾ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വണ്ടിയിലെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇൻറ്റീരിയറെല്ലാം ഓരോ സ്ഥലത്തും ഓരോന്ന് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എന്തായാലും പുറമെ അപ്ഡേറ്റ് ചെയ്തേക്കാം. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്യാനൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ചെറുതായിട്ട് പൊടിയും ഒക്കെ പിടിച്ചായിരിക്കണത്. അപ്പോൾ ഇന്നിപ്പോൾ വീടിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ടേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി പക്കയല്ലേ, തീയല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ തന്നെ മെയിൻ ഹൈലൈറ്റ് ഈ ലോഗോയാണ്. പിന്നെ അതുപോലെ തന്നെ വണ്ടിക്ക് ഇപ്പോൾ സൈഡ് സ്കേർട്ടും ഫ്രണ്ട് ലിപ്പും കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുത്തിട്ടുള്ളൂ. അത് വന്നിട്ടില്ല. ഫ്രണ്ട് ആണെങ്കിൽ CF-ൻ്റെ ഫ്രണ്ട് ലിപ്പാണ് ഓർഡർ എടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് 2 കിഡ്നി ഗ്രില്ല് CF-ൻ്റെ തന്നെ എല്ലാം CF-നെ ആക്കാമെന്ന് ഓർത്തത്. കാർബൺ ഫൈബർ തന്നെ മെയിൻ കയറ്റാമെന്ന് ഓർത്താണ്. വണ്ടിയുടെ കളർ ചേഞ്ചിങ് എന്തെങ്കിലും ഉണ്ടാവും. നമ്മളെ റാപ്പ് എന്തായാലും മാറ്റും. കുറച്ച് വർക്ക് കൂടി ഉണ്ട്. അതെല്ലാം കൂടി തീർത്തിട്ട് നേരെ റാപ്പ് അയക്കാന്നുള്ള പ്ലാനാണ്. അതിപ്പോൾ റാപ്പ് ആളുടെ റാപ്പാണല്ലോ, നമ്മൾ വണ്ടി എടുത്ത പുള്ളിയുടെ റാപ്പാണല്ലോ. നമ്മളൊരു കിഡ്ലൈൻ കളർ മനസ്സിലുണ്ട്. അപ്പോൾ അതിനുള്ളിൽ കുറച്ച് സൈഡ് സ്കേർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് റൂഫിലും കുറച്ച് സാധനങ്ങളൊക്കെ വരാനുണ്ട്. അതെല്ലാം വന്ന് പിന്നെ അതുപോലെ തന്നെ നമ്മൾ 2 സ്പോയിലർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു സ്പോയിലർ സെറ്റ് ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ ചെറിയ ടക്ടൈൽ പോലെ അതും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് കസ്റ്റം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതെല്ലാം പുറമേ വരും. ഇനി കുറേ വർക്കുകൾ വണ്ടിക്ക് വരാണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്വാർട്ടർ ഗ്ലാസ് ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വന്നപ്പോൾ തന്നെ വണ്ടി തീയായി. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായി. അതിലിപ്പോൾ BM എടുത്തിട്ട് നമ്മൾ ഷോർട്സ് കയറി മാത്രമേ ഇടുന്നുണ്ടായുള്ളൂ. അത്യാവശ്യം ഷോർട്സ് ഇട്ടിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ 5K അടുത്ത് സബ് കയറി തുടങ്ങി. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 10K എങ്കിലും സബ് അടിക്കണം. അതുപോലെ തന്നെ പിന്നെ നിങ്ങളെന്തായാലും വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അടിപൊളിയായിരിക്കും. ഞാൻ നല്ല നല്ല കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. നിങ്ങളെല്ലാവരും ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ അതുപോലെ തന്നെ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചു വണ്ടി സ്പ്രിങ് ആണ്. സ്പ്രിങ് അല്ല, എയറാണ് വണ്ടിക്ക് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓൾറെഡി വണ്ടിക്ക് കൊടുത്തേക്കുന്ന ഒരു ആനിമി സെറ്റപ്പിലാണ്. അത്യാവശ്യം പകുതി പേർക്കും വണ്ടി ഇഷ്ടപ്പെടുന്നുണ്ട്. കുറച്ച് പേർക്ക് വണ്ടി എന്തോ ഇഷ്ടപ്പെടാറുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടപ്പെടാം. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ മെയിൻ ഇതിനകത്ത് സ്കിന്നിങ് ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്താണ്. എല്ലാവരും ഈ കാർബൺ ഫൈബർ ഡിപ്പിംഗ് ഒക്കെയാണ് കൂടുതലും ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ മിററിലും ഇൻറ്റീരിയർ കുറച്ച് പീസ് എല്ലാം സ്കിന്നിങ് ചെയ്ത് എടുക്കാൻ തന്നെ. സ്കിന്നിങ് ആണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. ഡിപ്പിങ്ങിനേക്കാളും നൈസായിരിക്കും. പിന്നെ സൈഡ് സ്കേർട്ട് ഒരു ഡിസൈൻ കണ്ടിട്ടുണ്ട് പുറത്തേക്ക് തള്ളിയിട്ട്. അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് അത് ഇതുപോലെ തന്നെ CF സ്കിന്ന് ചെയ്തെടുക്കാന്നുള്ള മൂടാണ്. പിന്നെ ബാക്കിൽ സ്കേർട്ട് പിന്നെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് അങ്ങനെ എല്ലാം വന്നുണ്ട്. പുറമെ ഓരോന്ന് ഓരോ സ്ഥലത്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ. ലാസ്റ്റ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഒറ്റടിക്ക് കളർ ചേഞ്ചും ഉണ്ടാവും. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ. നിങ്ങളെന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ BM എടുത്തിട്ട് ജസ്റ്റ് 2 മന്ത് ആയിട്ടുള്ളൂ. 2 മാസത്തിലിപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് തന്നെ സംതിങ് കുറച്ച് ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് യൂട്യൂബിൽ നിന്ന്. അത്യാവശ്യം നല്ല ഈ സബ് കയറുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞാൻ പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല നല്ല കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യുക. BM-ൻ്റെ കൂടുതലും നമുക്ക് നൈറ്റ് പോകണമെന്ന് കാര്യങ്ങളും എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് നല്ലൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. എന്നാലും നിങ്ങളെന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വീഡിയോ കാണാൻ നോക്കുക. അതുപോലെ തന്നെ സെന്ന് എല്ലാം വർക്കിന് സെന്നും NS വർക്കിന് കൊടുത്തേക്കാം. അപ്പോൾ അതെന്തായാലും അടുത്ത വീഡിയോയിൽ സെന്നിൻ്റെയും NS-ൻ്റെ അപ്ഡേറ്റ് എന്തായാലും കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങളെന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എന്തായാലും BM-ൻ്റെ നല്ല നല്ല കണ്ടൻറ്റും കാര്യങ്ങളായിട്ട് വരാം. അപ്പോൾ ശരി എന്നാൽ.